യേശുക്രിസ്തുവിനെ പ്രസംഗിക്കുമ്പോൾ ഏത് മനുഷ്യനും മനസ്സിലാകുന്ന രീതിയിൽ ശാന്തതയോടും സാവധാനത്തോടും കൂടെ മനുഷ്യന്റെ പാപവും സത്യദൈവവും ആരെന്നും യേശുക്രിസ്തു എന്തിനു വേണ്ടി മരിച്ചു എന്നൊക്കെയും ഞാൻ ശാന്തമായിട്ട് പറയാൻ പഠിച്ചു. ഈ മനുഷ്യനൊന്ന് മനസ്സിലാകണ്ടേ? വെറുതെ റോഡിൽ കിടന്ന് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന് മനസ്സിലാകുമോ? ഇല്ല. നമ്മുടെ ചില രാഷ്ട്രീയ പ്രവർത്തകർ വന്ന് പറഞ്ഞത് എന്താണ്? ഒരുത്തം വന്നിട്ട്, ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ വന്നിട്ട് ബി ജെ പിക്കാരെയും കോൺഗ്രസ്സുകാരെയും കുറ്റം പറയും. കോൺഗ്രസ്സുകാരൻ വോട്ട് പിടിക്കാൻ വരുമ്പോൾ ബി ജെ പിക്കാരെയും കമ്മ്യൂണിസ്റ്റുകാരെയും കുറ്റം പറയും. കമ്മ്യൂണിസ്റ്റുകാരനോ വന്നു കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ ബി ജെ പിക്കാരൻ വന്നിട്ടോ കോൺഗ്രസ്സുകാരെയും കമ്മ്യൂണിസ്റ്റുകാരെയും കുറ്റം പറയും. അവരെ പറ്റി ഒന്നും പറയത്തില്ല, നമുക്കൊന്നും മനസ്സിലാകത്തില്ല. അവരൊക്കെ ഏതാണ്ടൊക്കെ വലിയ ക്രിമിനലാണ്, കുറ്റം ചെയ്തെന്നൊക്കെ പറഞ്ഞ് ഇവരൊക്കെ പറഞ്ഞങ്ങ് പോവുകയാണ്. എന്നാൽ പ്രിയപ്പെട്ട, ഇങ്ങനെ ഒരു പ്രസംഗമല്ല ഞങ്ങൾ പ്രസംഗിക്കുന്നത്. നിങ്ങൾ നിരവധിയായിരിക്കുന്ന മതപ്രഭാഷണങ്ങൾ കേട്ട് കഴിഞ്ഞവരാണ്. മതപ്രഭാഷണങ്ങൾ നിങ്ങൾ കേട്ട് കഴിഞ്ഞു, പക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റവും വന്നിട്ടില്ല. നിങ്ങളുടെ ജീവിതത്തിൽ ആശ്വസിപ്പാൻ ഒന്നുമേ ലഭിച്ചിട്ടുമില്ല. എന്നാൽ ഞങ്ങൾ പ്രസംഗിക്കുന്ന ഈ യേശുക്രിസ്തു പ്രിയപ്പെട്ട നമ്മുടെ ഹൃദയത്തിന്റെ അന്തർഭാഗങ്ങളിലേക്ക് കടന്നു എന്ന് നമ്മുടെ സന്ധിപഞ്ചകളെ വരെയും വേർപിരിച്ച് നമുക്ക് ആശ്വാസവും സന്തോഷവും തരുന്ന ഈ ക്രിസ്തുവിന്റെ നാമം ഞങ്ങൾ അല്പനേരം ഘോഷിക്കുകയാണ്.